ഹലോ. ഓ, ഡിഗ്രി കുറച്ച് പേരുണ്ട്. ഓ, ശരത്ത് വരുന്നുണ്ടല്ലോ. ഓ, ഉവ്വ ഉവ്വ ഉവ്വ. ഓ, എന്നാ ആയിക്കോട്ടെ. ഓക്കെടാ. 5 വിളിച്ച് അടിച്ച് മരിക്കരുതെന്ന് പറയാം. ശബ്ദം വരുന്നുണ്ടോ? അവൻ വന്നാൽ നിനക്കെന്താ കുഴപ്പം? ആ വന്ന് ശരിയാകടാ. ചെറിയൊരു പ്രശ്നമുണ്ട്. പോടാ, ഇതിന് മാത്രം വലിയ പ്രശ്നം തൊള്ളേ. ഹായ സത്യം എന്നോടുകൂടി ഇല്ലാണ്ടായിപ്പോട്ടെ. ആരോ പെള്ളടിക്കുന്നുണ്ട്, പോയി തുറന്നു കൊടുക്കടാ. ഒരു മാറ്റമല്ലടാ, ഒരു മാറ്റം ആണിത്. അടിച്ചു നീട്ടുണ്ടല്ലോ. എന്തെന്താ നൂറ്? ഓ കാട്ട റമ്മ്. എന്നാ നല്ല വല്ല അടിക്കും. ഓ എന്നാ ചെല്ല് ചെല്ല്. പോ. വാ അടിക്ക. എന്താടാ? വാടാ. ഇവൻ എന്താ ഇവിടെ? ഇവൻ ഇവിടെയല്ലേ? ഇവൻ 5-6 മാസമായിട്ട് എൻ്റെ കൂടെ തന്നെ. ഞാൻ പോണു. നീ എവിടെ പോണ്? എടാ പിടിച്ചടാ. എടാ പോലടാ. എടാ ഇവൻ എന്താ പ്രശ്നം? എടാ നീ ഇങ്ങ് വന്നിട്ട് ഇങ്ങോട്ട്. നീ അങ്ങോട്ട് പോണേ. നമുക്ക് രണ്ടൊക്കെ അടിച്ചു വിട്ടിരിക്കുക. നീ വാ ഇങ്ങോട്ട്. എടാ നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? നീ വിട്ടേ. എന്താടാ ഇരിക്കും നീ അവിടെ? നീ ഇങ്ങോട്ട് എനിക്ക് പോണേ. പോയിരിക്കടാ. എന്നാ വാ ഇങ്ങോട്ട്. ഇവിടെ വന്നിരിക്കുക. വാ വണ്ടാരം. സ്കോച്ചടാ. എന്താടാ നീ വിട്ടിച്ചോ? അവൻ കൊണ്ടുവന്നല്ലേ, അവൻ വിളിച്ചോട്ടെ. ഓ എന്തോന്നാണത്? നീ തടിച്ച് എന്താടാ? എൻ്റെ പൊന്നടാവേ, നമ്മൾ അടിക്കാൻ വന്നിട്ട് മണിക്കൂറുണ്ടായി. നിങ്ങൾ തമ്മിൽ ഇതുവരെ കേണയും വേണ്ടിയിട്ടില്ല. നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം? നീ പറ, പരിഹാരം ഉണ്ടാക്കാം.
ഞാനൊരു കഥ പറയാം. എൻ്റെ ഒരു കൂട്ടുകാരൻ PG പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. അതേ യൂണിവേഴ്സിറ്റീൻ്റെ അഫിലിയേറ്റഡ് കോളേജ് ഒന്നത്തിലേക്ക് ഞാനും PG പഠിക്കാൻ പോയി. 3 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ PG പാസ്സായി. അവൻ അവിടെ തോറ്റ് ഇരിപ്പുമായി. ആരുടെയോ കാരുണ്യം കൊണ്ട് എനിക്ക് മൈസൂറുള്ള ഒരു കറി പൗഡർ കമ്പനിയിൽ ഒരു ജോലി കിട്ടി. അവിടുത്തെ മാനേജർ ഇത്തിരി പ്രശ്നക്കാരനായതുകൊണ്ട് തന്നെ അയാൾ എന്നോട് പറഞ്ഞു, 2 മാസത്തിനുള്ളിൽ നീ നിൻ്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ സബ്മിറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ നിൻ്റെ ജോലി പോകുമെന്ന്. എനിക്ക് വേറെ കുറേ ആൾക്കാരെ വിളിക്കായിരുന്നു. ഞാൻ എന്നാലും ഈ കൂട്ടുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ എൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്ന് ഒപ്പിച്ച് തരണമെന്ന്. ഓൺ ദ സ്പോട്ട് അവൻ എൻ്റെ കയ്യിൽ നിന്ന് 5000 രൂപ വാങ്ങിച്ചു. എന്തോ സ്പെഷ്യൽ ഫീസാണ്, അത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പറന്ന് നമ്മുടെ കയ്യിലേക്ക് സർട്ടിഫിക്കറ്റ് വരുമെന്ന്. ഞാൻ ഈ കാശൊക്കെ കൊടുത്തു. പിന്നെയും അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മറ്റേ ഫീസ്, മറിച്ചേ ഫീസ്, അതിൻ്റെ അപ്പുറത്തെ ഫീസ് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് കുറേ കാശും കൂടെ അവൻ വാങ്ങിക്കൊണ്ടുപോയി. ഇതൊക്കെ ഞാൻ കൊടുക്കുകയും ചെയ്തു. 2 മാസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കയ്യിൽ ടെർമിനേഷൻ ലെറ്ററാണ് കിട്ടുന്നത്. കാര്യം എന്താണെന്ന് അറിയണമല്ലോ. ഞാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് കെട്ടിയെടുത്തു. അപ്പോൾ അവർ പറയുക, ഈ കാശ് കൊടുത്തു വിട്ടവന് ഇന്ന് വരെ ആ ഏരിയയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലാന്ന്. പിന്നെ ഞാൻ അവിടെ കെട്ടിക്കിടപ്പായി. 3-4 ദിവസം കഷ്ടപ്പെട്ട് അവിടെ ഇരുന്നിട്ട് ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റും വാങ്ങി തിരിച്ചു വന്നു. എന്നിട്ടല്ലേ കളി മാറിയത്. എൻ്റെ ഒരു പിഴച്ച മാമനുണ്ട്. ആ നാട്ടിൽ മൊത്തം പറഞ്ഞു വരുത്തി പിൻവാതിൽ നിയമനം വഴി ജോലി വാങ്ങി വരുത്തേണ്ട ജോലി പോയിട്ടുണ്ട്. ഇത് ആഹ്ലാദിക്കണം, സന്തോഷിക്കണം, ജവനെ കൈ കിട്ടിയാൽ ഖരാവോ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അവിടെ പറഞ്ഞ് പരത്തി. ഒരാവശ്യമില്ലാതെ കുറേ പാർട്ടിക്കാരെന്നെ ഖരാവോ ചെയ്യാനും എൻ്റെ വീടിൻ്റെ മുന്നിൽ തമ്പടിക്കാനും തുടങ്ങിയടാ. പച്ചക്കറി വാങ്ങാൻ പോയ എന്നെ അവന്മാർ ഓടിച്ചിട്ടഴിച്ചു. ഓ, അന്ന് കാശും വാങ്ങി മുങ്ങിയ നാറീനെ ഞാൻ ഇന്നാണ് കാണുന്നത്. ഇനി പറ, ഞാൻ അവനെ തല്ലണ്ടേ? തല്ലാ മാത്രം കൊല്ലണം അവനൊക്കെ. ഡേ ചുമ്മാ നീ പേടിക്കണ എന്നാത്തിനാ? ഒരു മനുഷ്യജീവനല്ലേ? പിന്നെ ആ ഹലോ, പറടാ. ടാസ്കാണോ? ആ, ഞാൻ വിളിക്ക് പോരാം. ഒരു 5 മിനിറ്റ്. ആ എടാ, നിങ്ങൾ സംസാരിച്ചിരിക്കെ ചെറിയൊരു ടാസ്ക് ഉണ്ട്, ഞാൻ പോരാം. ഇവിടെ ഇരിക്കട്ടാ, ഞാൻ പോയിട്ട് വന്നിട്ട് പറയാം. റെഡി ആയിട്ട് വരാം. എൻ്റെ കയ്യകലത്തിൽ നിന്ന് മാറിയിരുന്നോ നീ? ഞാനൊരു കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണെന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. എടാ, ചെറിയൊരു പോസ്റ്റ് ഉണ്ട്. എൻ്റെ ഒരു കമ്പനിക്കാരോട് പെട്രോൾ വരുന്ന വഴി കിടക്കണതാണ്. ഒരു 5 മിനിറ്റ്, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം കേട്ടാ. അലമ്പൊന്നും നീ ഉണ്ടാക്കി എതിലാന്ന് വെച്ചാ കയറിപ്പോയിടാടുന്നു. പോ. എടാ, പറഞ്ഞ മറക്കരുത്. അലമ്പൊന്നും ഉണ്ടാക്കരുത്. നെയ്ബേഴ്സ് കുറച്ച് ഷോക്കാണ്. ഓ ആ ശരി, ചെല്ല്. അലമ്പൊന്നും ഉണ്ടാക്കിയേക്കരുത്. ഇല്ല ചെല്ല്. വാലക്കകത്തൊന്ന് കൂട്ടിക്കോ, പോയിട്ട് വരാം. ഓ ശരി. എടാ, പറഞ്ഞ മറക്കരുത്. അലമ്പൊന്നും ഉണ്ടാക്കിയേക്കരുത്. ശരി, ഇല്ല. അവിടെ നിന്ന് എന്തോ ഡയലോഗ് പറഞ്ഞായിരുന്നല്ലോ. ഷോ കാണിക്കാതെ പോടാ. ഷോ ഇപ്പൊ തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. എന്താ തുടങ്ങ്? ഹണി റോസ് എവിടെ? കാമത്തവള. പോടാ. 3, 2, 1, fight. ഇതുവരെയുള്ള ബിൽഡപ്പ് കണ്ടിട്ട് നിങ്ങൾ വലിയൊരു ഫൈറ്റ് സീനാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഇതൊന്നുമല്ല ഇവിടെ നടന്നത്. അതുക്കും മേലെ റെസ്റ്റ് എടുക്കുന്ന
എടാ പൊട്ടെടുത്ത് കഷ്ടമാണ്. ഉറങ്ങി ചത്തുകൂടാ. ഇത്ര നേരമാണോ പിന്നെ എന്താ ചെയ്തോണ്ട് നിന്നെ ഞാൻ ഉരുകിയിട്ട് ഓടിയിരിക്കും. അമ്മേ നീ എന്താ പട്ടി ആ ചെയ്തരാതിരുന്നേ? ഒരു പ്രേമോൺ ബാർമറ തിരക്കല്ലേ, സമയമൊന്നുമില്ലായിരുന്നു. എന്നിട്ട് പ്രേമം എന്തായി? അത് പൊളിഞ്ഞു പോയി. സീറുണ്ടോ? അവിടെ എവിടെയെങ്കിലും കാണോ? പോയി തപ്പിയൊരു എന്നാ വാ എഴുന്നേക്ക് എഴുന്നേക്ക് എനിക്കൊരു തപ്പണോ? എഴുന്നേക്ക്. അയ്യോ കഴിഞ്ഞോ? കഴിഞ്ഞു. കഴിഞ്ഞോ? കൈ ഇതാരുടെ വീട്? നിന്റെ എന്നോ